സംസ്ഥാനത്തെ വനിതകൾക്ക് സൗജന്യ ബസ് യാത്രയ്ക്ക് അവസരമൊരുക്കുന്ന UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിക്കായി നീക്കം തുടങ്ങിയിട്ടുണ്ട്. KSRTC പ്രതിദിന വനിതാ യാത്രക്കാരുടെ കണക്കെടുപ്പ് ആരംഭിച്ചു. ഇന്നു മുതൽ KSRTC ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വരും. മെയ് 15ഓടെ പദ്ധതി പ്രഖ്യാപിക്കാനാണ് നീക്കം. അതേസമയം വരുമാനം കുറയുന്നത് ശമ്പള വിതരണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ജീവനക്കാർ. അശ്വിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. അശ്വിൻ. കീർത്തന ഷിഹാസ്, ഗുഡ് മോർണിംഗ്. നേരത്തെ കീർത്തന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ UDFന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. നമുക്കറിയാം, നേരത്തെ മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തന്റെ ഈ ഭരണസമയത്ത് KSRTC ഒന്ന് പച്ചപിടിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു സമയമായിരുന്നു. ഇതിനിടയിലാണ് ഈ ഒരു പ്രഖ്യാപനം വരികയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ KSRTC അത് ഒരു വരുമാനത്തിൽ ഉയർച്ച നേടിയിട്ടുണ്ടെങ്കിൽ പോലും അത് ലാഭത്തിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു വസ്തുതയുണ്ട്. മാത്രമല്ല, ഒരു ദിവസം KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന ഏതാണ്ട് 29 ലക്ഷത്തോളം ആളുകളാണ്. ഈ 29 ലക്ഷം ആളുകളിൽ 19 ലക്ഷം വനിതകളാണ് യാത്ര ചെയ്യുന്നത്. അതായത് KSRTCയുടെ പ്രതിദിന വരുമാനമായ 10 കോടിയിൽ 6 കോടി സംഭാവന നൽകുന്നത് ഈ വനിതകളാണ്. ഒരു ദിവസം മാത്രം ഈ 6 കോടി രൂപ നഷ്ടമുണ്ടാകുമ്പോൾ കോർപ്പറേഷന് ഒരു മാസം ഉണ്ടാകുന്നത് 180 കോടി രൂപയുടെ നഷ്ടമാണ്. ഈ നഷ്ടം എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതിനെങ്ങനെ മറികടക്കാൻ സാധിക്കും, ഏതൊക്കെ ബസ്സുകളിലാണ് ഇളവ് നൽകുന്നത്, എത്തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് ആയിരിക്കും ഈ ഒരു ഇളവ് പ്രാബല്യത്തിൽ വരിക എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ് നിലവിൽ ഇപ്പോൾ KSRTC ബസ്സിൽ കയറുന്ന വനിതകളുടെ എണ്ണം എടുത്തു തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ, ആദ്യ സർവീസ് മുതൽ തന്നെ കൃത്യമായി ബസ്സിൽ കയറുന്നത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് മാർക്ക് ചെയ്തുകൊണ്ടുള്ള ടിക്കറ്റുകളാണ് കണ്ടക്ടർ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ETMൽ ഇതിനാവശ്യമായ മാറ്റങ്ങളെല്ലാം വരുത്തിയിരുന്നു. ഇത് പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി സാങ്കേതിക വിദഗ്ധർ കണ്ടക്ടർമാർക്ക് ഒരു പരിശീലനം നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൗജന്യ യാത്രാ പദ്ധതി, ഇന്ദിരാ ഗ്യാരണ്ടി സൗജന്യ യാത്രാ പദ്ധതി വഴി കോർപ്പറേഷൻ ഉണ്ടാകുന്ന നഷ്ടം, അതിന്റെ ഭീമമായ കണക്ക് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ ഇപ്പോൾ KSRTC ഈ ഒരു പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ചേരുന്ന ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഈ KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അത് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിലവിൽ തന്നെ ഈ ഓവർ ഡ്രാഫ്റ്റിലൂടെയാണ് KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത്. മന്ത്രി മാറിയതോടുകൂടി തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഇനി ലഭിക്കുമോ എന്നൊരു സാഹചര്യമുണ്ട്. പഴയതുപോലെ 1-ാം തീയതി തന്നെ ശമ്പളം ലഭിക്കുമോ എന്നൊരു ആശങ്ക ജീവനക്കാർക്കുണ്ട്. ഇതിനിടയിലാണ് ഇവർക്ക് ഇത്തരത്തിൽ ഈ ഭാഗം വരുമാനം വരുന്ന വനിതകളിൽ നിന്ന് സൗജന്യ യാത്ര അവർക്ക് നൽകുമ്പോൾ ആ വരുമാന നഷ്ടം കൂടി ഉണ്ടാകുമ്പോൾ ഇവർക്കിനിയും സാലറി ലഭിക്കുമോ, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ജീവനക്കാരിൽ തന്നെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേസമയം തന്നെ ഉദ്ദേശിക്കുന്ന ആശങ്കകളൊക്കെ പല ദിക്കിൽ നിന്ന് ഉയരുന്ന ആശങ്കകൾക്ക് പരിഹരിച്ച് എങ്ങനെയാണ് സൗജന്യ യാത്ര KSRTC സ്ത്രീകൾക്ക് ഒരുക്കുന്നത് എന്നാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ആദ്യഘട്ട നടപടി